Hi everyone, this is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓണത്തിന് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. നല്ല മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് കാണാൻ പോകുന്നത്. ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിത് റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ടും ചെയ്യാം. കാരണം റിയൽ ഫ്ലവേഴ്സ് എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് നശിച്ചു പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളർഡ് ആയിട്ടുള്ള പൂവാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുക്കാം. സൈഡ് പാർട്ടീഷൻ നിങ്ങൾ ഏത് സൈഡിൽ നിന്നാണ് പാർട്ടീഷൻ എടുക്കുന്നത് ആ പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് സെക്ഷൻ മുടി നമ്മൾ കുളിപ്പിന്നൽ പോലെ എടുക്കൂലേ, അതുപോലത്തെ കുറച്ച് സെക്ഷൻ മുടി എടുത്തിട്ട് ജസ്റ്റ് ബാക്കിലായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. സെക്യൂർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ മുടിയിൽ അടിയിൽ കയറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ മേളിലാണ് വെച്ചേക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് സെക്ഷൻ മുടി എടുക്കുക ആൻഡ് ബാക്കിലായിട്ട് നന്നായിട്ട് സെക്യൂറായിട്ട് ടിക് ടാക് പിൻസ് വെച്ചിട്ടൊക്കെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ മുല്ലപ്പൂ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മൾട്ടി കളർഡ് ആയിട്ടുള്ള വൈറ്റ് കളർ ആൻഡ് റെഡ് മിക്സ് ആയിട്ടുള്ളതും ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളതാണ്. അതെടുത്തിട്ട് നമ്മൾ മുടിയുടെ അടിയിൽ കൂടി എടുത്തിട്ട് പകുതി പോർഷനിൽ മാത്രം പിൻ ചെയ്ത് വെക്കുക. റിയൽ ഫ്ലവേഴ്സ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് മുല്ലപ്പൂ അല്ലെങ്കിൽ ഇപ്പോൾ തെറ്റിപ്പൂവും തുളസിമാലയുടെ മിക്സ് ഉണ്ട്. അല്ലാണ്ട് നമുക്ക് ഏത് ഒരു പൂവാണോ നമുക്ക് കിട്ടുന്ന, മാലയാണോ കിട്ടുന്നത്, പൂമാല ഏതാണോ കിട്ടുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പകുതി മാത്രം ചെയ്ത് വെക്കുക. ഫുള്ളായിട്ട് ചെയ്യരുത്. പകുതിയായിട്ട് വെക്കുമ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇത് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുടി നല്ല ഒതുങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് അഴിച്ചിടാൻ ഇഷ്ടമല്ലാത്തതാണെങ്കിലും ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ അഴിച്ചിടുമ്പോൾ ഒട്ടും നമുക്ക് ബുദ്ധിമുട്ട് തോന്നത്തില്ല. നല്ല ഒതുങ്ങിക്കിടന്നോളും മുടി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ കൂടെയാണ് ആദ്യമേ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് ഒരു ചെറിയ പോർഷൻ മാത്രം മുല്ലപ്പൂ എടുത്തിട്ട് മുടിയുടെ മേളിൽ കൂടെ ജസ്റ്റ് യു പോലെ ആക്കിയിട്ട് വെക്കുക. ഇതും നല്ല ഭംഗിയുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ കിടക്കും. ഇത് നല്ല രസമാണ് ഇത് ചെയ്യാൻ ആയിട്ടും ആൻഡ് മുടിയൊക്കെ കാണാനായിട്ടും. ലോങ് ഹെയറിനും ഷോർട്ട് ഹെയറിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്. ഇങ്ങനെയാകുമ്പോൾ മുടി അഴിച്ചിട്ട് കഴിയുമ്പോൾ നല്ല വെറൈറ്റിയാണ് കാണാനായിട്ട്. റെഗുലർ മുല്ലപ്പൂവിനെക്കാട്ടും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുകയാണ് കേട്ടോ. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് സെക്ഷൻ ഹെയർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മേളിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ സൈഡിലും കുറച്ച് ഹെയർ എടുത്തിട്ട് അതും നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാണ് ആൻഡ് നന്നായിട്ട് അത് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ കട്ടിങ് ഒന്നും ചെയ്യാത്ത കാരണമാണ് കേട്ടോ. നല്ല നീളമായിട്ട് കിടക്കുകയാണ് മുടി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുല്ലപ്പൂ എടുക്കാം. മുല്ലപ്പൂ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഹെയർ സ്റ്റൈലിൽ യു പോലെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, അതായത് മേളിൽ കൂടെ ഒരു റാ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ പൂ വെക്കണത്. അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി ഒരു സെറ്റ് ഓഫ് മുല്ലപ്പൂവും കൂടി എടുത്തിട്ട്, അതായത് ഒരു സെറ്റ് ഓഫ് ഫ്ലവേഴ്സും കൂടി എടുത്തിട്ട് അടിയിൽ നിന്നും കൂടി വെച്ചിട്ട്, അതായത് താഴെ മീൻസ് നമ്മൾ ആദ്യമേ വെച്ചേക്കുന്ന മുല്ലപ്പൂവിൻ്റെ താഴെ യു പോലെ ഷേപ്പിൽ വെച്ചിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. അതപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓവൽ ഷേപ്പിൽ വരും. നല്ല രസമാണ് കേട്ടോ ഇത്. ശരിക്കും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിനെക്കാട്ടിലും നല്ലത് റിയൽ ഫ്ലവേഴ്സ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ നൂലും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. നമുക്ക് ഒരു 2-3 മുഴം പൂവൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഞാൻ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള
ആണ് എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നന്നായിട്ട് ഇത് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ആദ്യമേ സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കുക സെൻറ്റർ എവിടെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, സെൻറ്റർ എടുത്തിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുക. നമുക്ക് ഫ്രണ്ട് ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇത് ബാക്കിൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പഴയതുപോലെ ട്വിസ്റ്റഡ് ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഇത് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നന്നായിട്ട് യു പിന്നും പോപ്പി പിൻസും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. ഇത് നല്ല രസമാണ് കേട്ടോ. ചെറിയ നമ്മളൊരു ഫ്ലവറിൻ്റെ ക്ലിപ്പ് വെച്ചേക്കുന്ന പോലെ തോന്നും. ശരിക്കും ഇങ്ങനത്തെ കളേർഡായിട്ടുള്ള ഇതാണ് നമുക്ക് മാലയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല എലിഗൻറ്റ്, നല്ല സിമ്പിൾ, കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ. അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് മുടി ഒരു പോണിറ്റെയിൽ കേട്ടോ. ഞാനൊരു റഫ് പോണിറ്റെയിലാണ് കെട്ടിയേക്കുന്നത്. ഒട്ടും സ്ലീക്കായിട്ടും ഒന്നും ബ്രഷൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് പിടിച്ച് നന്നായിട്ട് റഫായിട്ട് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ആൻഡ് കുറച്ചൊന്ന് ബൗൺസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. മുടി കുറച്ചൊക്കെ ഒന്ന് ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലൊരു ബൗൺസി ലുക്ക് കിട്ടും. ഇനി നമ്മൾ ഒരു മാല എടുത്തിട്ട്, പൂമാല എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ റബ്ബർ ബാൻഡ് കെട്ടിയേക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി വയ്ക്കാം. അപ്പം നമുക്കൊരു ഫ്ലവറിൻ്റെ ഹെയർ ടൈ കെട്ടിയതുപോലത്തെ ഒരു ഫീല് നമുക്ക് വരും. ഇതുപോലത്തെ കളേർഡ് ആണെങ്കിലായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഭംഗിയായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ വയ്ക്കാം. റിയൽ ഫ്ലവേഴ്സിനൊക്കെ കളേർഡായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ വെച്ചാൽ. ഇനി ഈ ഹെയർ സ്റ്റൈൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമ്മൾ 3 സെക്ഷനായിട്ട്, അതായത് എൻ്റെ ഹെയർ ലോങ് ആയതുകൊണ്ട് ഞാൻ 3 സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഹെയർ എത്ര ലോങ് ആണ് അതനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് കെട്ടിവെക്കാം. ഇനി ആ റബ്ബർ ബാൻഡിൻ്റെ മേളിൽ നമ്മൾ ഒരു പൂവിൻ്റെ ഒരു മാല ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ധാവണിയുടെ കൂടെയൊക്കെ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എന്താ ഹെയർ ബാൻഡ് വെച്ചു, എന്നിട്ട് മുല്ലപ്പൂ അതിൽ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കും. പിൻസൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി താഴെയും ഞാൻ അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ പോർഷൻ, ശരിക്കും എനിക്ക് 4ആയിട്ട് ചെയ്യുന്നത്, പക്ഷെ ഞാൻ 3ആയിട്ട് ചെയ്തുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഹെയർ ബാൻഡ് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു മാല എടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് റബ്ബർ ബാൻഡിലായിട്ട് കൊളുത്തി നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ശരിക്കും ചെറിയ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ചെറിയ സെക്ഷൻ എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു. കണ്ടില്ലേ, ഇതിപ്പം കുറച്ച് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ റിയൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിന് കുറച്ച് കട്ടി കൂടുതലല്ലേ, അതാകുമ്പോൾ കുറച്ച് കട്ടി കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ. ഇനി നമ്മുടെ ലാസ്റ്റ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് സൈഡ് പാർട്ടീഷൻ എടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ കുറച്ച് മുടിയുള്ള സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് സെക്ഷൻ എടുത്ത് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഹാഫായിട്ട് മാത്രം ക്ലിപ്പ് ചെയ്ത് വെക്കുക. മേളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ആൻഡ് മുടിയുടെ താഴെയായിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഇത് നല്ല എലിഗൻ്റ് ആണ് കേട്ടോ. അതായത് ചുരിദാറിൻ്റെ കൂടെ കുറച്ചൊരു മോഡേൺ ട്വിസ്റ്റ് കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് കുറച്ച് സൈഡിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഷോർട്ട് ഹെയറിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഓണം സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ലവ് യു സെൽഫ്. ബൈ.